ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾസ്റ്റാക്ക് സൊല്യൂഷൻസ്. പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് പാർട്ട് 6 ഇന്ന് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് പ്രോഡക്റ്റ് എഡിറ്റാണ്. സോ നമുക്ക് ആദ്യം നമ്മുടെ പ്രോഡക്റ്റ്സ് പേജിൽ വന്നതിന് ശേഷം ബ്ലോക്ക് ബട്ടണ് അടുത്ത ബട്ടണായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം അഡ്മിൻ എഡിറ്റ് പ്രോഡക്റ്റ്. ദെൻ ക്വറി പാരാമീറ്ററിൽ നമുക്ക് ഈ സ്പെസിഫിക് പ്രോഡക്റ്റിൻ്റെ ID പാസ് ചെയ്യാം. data dot ID പ്രോഡക്റ്റിൻ്റെ ID ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നു. ഡിഫൈൻ ചെയ്യാം അഡ്മിൻ റൂട്ടറിൽ router dot get edit product admin auth product controller get edit product. നമുക്കിനി get edit product ഡിഫൈൻ ചെയ്യാം. const get edit product ട്രൈ ക്യാച്ചിനകത്ത് കോഡ് എഴുതാം. നമുക്ക് ആദ്യം ID ക്വറി പാരാമീറ്ററിൽ നിന്ന് ആക്സസ് ചെയ്യാം. റിക്വസ്റ്റ് ഡോട്ട് ക്വറി ഡോട്ട് ID. ദെൻ ഈ ID യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം. await product dot find one ID. അതുപോലെ തന്നെ കാറ്റഗറി വേണം. കാറ്റഗറി എക്സ്ട്രാക്ട് ചെയ്യാം. await കാറ്റഗറി ഡോട്ട് ഫൈൻഡ്. കാരണം കാറ്റഗറീസും ബ്രാൻഡ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതിൽ നിന്ന് വേണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് യൂസറിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദെൻ ബ്രാൻഡ് അതുപോലെ തന്നെ await ബ്രാൻഡ് ഡോട്ട് ഫൈൻഡ്. ദെൻ റെസ്പോൺസ് ഡോട്ട് റെൻഡർ. നമുക്ക് പേജ് റെൻഡർ ചെയ്യണം. എഡിറ്റ് പ്രോഡക്റ്റ്. സോ നമുക്ക് ഡാറ്റ പാസ് ചെയ്യണം. പ്രോഡക്റ്റും കാറ്റഗറിയും ബ്രാൻഡും. പ്രോഡക്റ്റ് കാറ്റഗറി then brand. Then catch error handle response dot redirect page error.
എക്സ്പോർട്ട് ചെയ്യാം. ഗെറ്റ് എഡിറ്റ് പ്രോഡക്റ്റ്. നമുക്കിനി എഡിറ്റ് പ്രോഡക്റ്റ് പേജിൽ ഡീറ്റെയിൽസ്, ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാം. ഈ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജ് റെൻഡർ ചെയ്യും. ഇതാണ് പേജ് വരുന്നത്. ഇതിൽ കറണ്ട് ഡീറ്റെയിൽസ് ആദ്യം ഇനീഷ്യലി ഡിസ്പ്ലേ ചെയ്യണം. പിന്നെ ബ്രാൻഡും കാറ്റഗറിയെല്ലാം, കാറ്റഗറിയുടെ ഒക്കെ ലിസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റണം. ബ്രാൻഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ബ്രാൻഡ്സും ലിസ്റ്റ്, അതുപോലെ കാറ്റഗറീസും. സോ ഈ പേജിൽ നമുക്ക് ആദ്യം ഫോമിനകത്ത് പോസ്റ്റ് വരുന്നത്, മെത്തേഡ് വരുന്നത് പോസ്റ്റ്, ദെൻ ആക്ഷനിൽ റൂട്ട് ഡിഫൈൻ ചെയ്യാം. അഡ്മിൻ എഡിറ്റ് പ്രോഡക്റ്റ്, ഇവിടെ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് ഐ ഡി പാസ് ചെയ്യുന്നു. പ്രോഡക്റ്റ് ഡോട്ട് അണ്ടർസ്കോർ ID. എൻക്രിപ്ഷൻ ടൈപ്പ് മൾട്ടി പാർട്ട് ഫോം ഡാറ്റ. വാലിഡേഷന് വേണ്ടിയിട്ട് റിട്ടേൺ വാലിഡേറ്റ് ഫോം. നമ്മൾ ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നത് ഈ വാലിഡേഷൻ ഫോം കോൾ ചെയ്തതിന് ശേഷമായിരിക്കും. സോ ഫൈനൽ സബ്മിഷന് വേണ്ടിയിട്ട് ഓൺ ക്ലിക്കിൽ വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് എന്ന് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇത് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ നമുക്കിനിയും അതുപോലെ തന്നെ വ്യൂ ഇമേജും ക്രോപ്പ് ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും എല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത്. സോ ഇതിൻ്റെ എല്ലാം കോഡ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ ഫോൾഡറിൽ പോയിട്ട് ഫോൾഡറിൽ അഡ്മിൻ ഫോൾഡറിനകത്ത് പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്, സോ അതിൽ പ്രോഡക്റ്റ് എഡിറ്റ് പേജിൽ വാലിഡേഷനും പേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും. സോ പ്രോഡക്റ്റ് എഡിറ്റ് വാലിഡേഷൻ, ഇതിൽ വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് ഫംഗ്ഷനും വാലിഡേറ്റ് ഫോം ഫംഗ്ഷനും പിന്നെ ഇമേജസ് ക്രോപ്പ് ചെയ്യാനുള്ള വ്യൂ ഇമേജ് ഫങ്ഷൻസ് എല്ലാം ഇവിടുന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണല്ലോ. ഇവിടുന്ന് കോപ്പി ചെയ്യാം. ദെൻ ഇവിടെ താഴെ വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗിനകത്ത് ഇത് പേസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് കറണ്ട് ഡീറ്റെയിൽസ് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യണം. ദെൻ അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് എഡിറ്റ് ചെയ്യണത്. സോ വാല്യൂ ആദ്യത്തെ ഫീൽഡ് വരുന്നത് പ്രോഡക്റ്റ് നെയിം, പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് നെയിം.
അടുത്തത് വരുന്നത് ബ്രാൻഡ്. ബ്രാൻഡിൽ പക്ഷേ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ടാണ് ഡീറ്റെയിൽസ് വേണ്ടത്. സോ നമുക്കതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലെറ്റ് I assign 0, I less than brand dot length I plus plus. ഫോർ ലൂപ്പ് ഓപ്ഷൻ ടാഗിന് താഴെയായിട്ട് ക്ലോസ് ചെയ്യാം. വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാൻഡ് ഡോട്ട് ബ്രാൻഡ് നെയിം. ഇനി നമുക്ക് കാറ്റഗറീസ് ആക്സസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് ഫോർ ലെറ്റ് I assign 0, I less than cat dot length I plus plus. യൂസർ സെലക്ട് ചെയ്യുന്ന കാറ്റഗറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് cat ഡോട്ട് നെയിം.
then categories display കാണിക്കാൻ cat.name again. ഇനിയുള്ളത് ഇമേജസ് ആണ്. നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഇമേജസും ആക്സസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് നമുക്ക് ഇവിടെ എഴുതാം. ഫോർ ലെറ്റ് I assign 0, I less than product image dot length I plus plus. നമുക്ക് div കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. ഇമേജസ് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂവിൽ product image. അപ്പോൾ ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൾഡർ സ്പെസിഫൈ ചെയ്യാം. അപ്ലോഡ്സ് റീഇമേജ് പ്രോഡക്റ്റ് ഇമേജ്. ഈ ഫോൾഡറിലേക്കായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് സേവ് ആവുന്നത്. നമുക്കിനി ഓരോ ഇമേജും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് സിംഗിൾ ഇമേജ്, അതായത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ഓരോ ഇമേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓൺ ക്ലിക്കിൽ ഡിലീറ്റ് സിംഗിൾ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യണം. കോൾ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് ഇമേജും പ്രോഡക്റ്റ് ID പാസ് ചെയ്യണം. product image product.id. നമുക്ക് ഈ ഫംഗ്ഷൻ താഴെ വന്നിട്ട് ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ ഡിലീറ്റ് സിംഗിൾ ഇമേജ്. പാസ് ചെയ്യുന്ന ഇമേജ് ഐഡിയും പ്രോഡക്റ്റ് ഐഡിയും പാരാമീറ്ററിൽ നമുക്ക് ആക്സസ് ചെയ്യാം. നമ്മളിനി ബാക്ക് എൻഡിലോട്ട് jQueryയിലുള്ള ഫംഗ്ഷനായ അജാക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നത്.
പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് URL സ്പെസിഫൈ ചെയ്യാം. admin delete image. മെത്തേഡ് വന്നിട്ട് പോസ്റ്റ്. ഡാറ്റ പാസ് ചെയ്യാം. ഇമേജ് നെയിം ടു സെർവർ, ഇമേജ് ഐ ഡി പാസ് ചെയ്യുന്നു. നമ്മൾ ഇമേജും പ്രോഡക്റ്റും പ്രോഡക്റ്റ് ഐ ഡി നമ്മൾ ബാക്ക് എൻഡിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് പാസ് ചെയ്യാണ്. പ്രോഡക്റ്റ് ഐ ഡി സക്സസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്പോൺസ് ആദ്യം റിസീവ് ചെയ്യുന്നു. റെസ്പോൺസ് സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ നമുക്ക് പേജ് റീലോഡ് ചെയ്യണം. നമുക്കിനി റൂട്ട് ഡിഫൈൻ ചെയ്യാം. റൂട്ടർ ഡോട്ട് പോസ്റ്റ് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ഐ ഡി നമ്മൾ റൂട്ടർ പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് ഇവിടെ റിസീവ് ചെയ്യുന്നു. admin auth നമ്മൾ ഇമേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ്സ് ഡോട്ട് അറേ ഇമേജസ് വരുന്നത് 4 ഇമേജസ്. അപ്പോൾ പ്രോഡക്റ്റ് കൺട്രോളർ എഡിറ്റ് പ്രോഡക്റ്റ് എഡിറ്റ് പ്രോഡക്റ്റ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് എഡിറ്റ് പ്രോഡക്റ്റ് ട്രൈ ക്യാച്ചിനകത്ത് ആദ്യം നമുക്ക് പാരാംസിലുള്ള ഐ ഡി ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് ഐ ഡി request dot params dot id
ദെൻ ഈ ഐ ഡി യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യണം. കോൺസ്റ്റ് പ്രോഡക്റ്റ് അവൈറ്റ് പ്രോഡക്റ്റ് ഡോട്ട് ഫൈൻഡ് വൺ. ദെൻ ഐ ഡി യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം. ദെൻ കോൺസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആക്സസ് ചെയ്യുന്നു. ദെൻ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു കോൺസ്റ്റ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഡോട്ട് ഫൈൻഡ് വൺ. സോ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് നെയിം പാസ് ചെയ്യുന്നു. പ്രോഡക്റ്റ് നെയിം പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കണ്ടീഷൻ പാസ് ചെയ്യണം, നോട്ട് ഈക്വൽ ടു ഐ ഡി. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒഴികെയുള്ള പ്രോഡക്ട്സ് എക്സിസ്റ്റ് ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഐ ഡി നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഐ ഡി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ. സോ ഇഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് എൻഡിലോട്ട് JSON എറർ പാസ് ചെയ്യണം. Return response dot status 400 JSON then error object പാസ് ചെയ്യുന്നു. ഇമേജസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു empty string ഇനീഷ്യലൈസ് ചെയ്യാം. if condition ചെക്ക് ചെയ്യാം request dot files and request dot files dot length greater than 0. then നമുക്ക് ഒരു for loop യൂസ് ചെയ്തിട്ട് ഇമേജസ് ഫയൽസ് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് empty stringലോട്ട് പുഷ് ചെയ്യണം. let I assign 0, I less than request dot files dot length I plus plus. images dot push നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫയൽസ് ഇമേജസ് എല്ലാം നമ്മൾ ഇമേജസ് സ്ട്രിങ്ങിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. images dot push request dot files dot file name.
നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. കർലി ബ്രാക്കറ്റോടെ ആവശ്യമില്ല. ഓക്കെ, നമുക്കിനി ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റ് അപ്ഡേറ്റ് ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം വരുന്ന പ്രോഡക്റ്റ് നെയിം, ഡേറ്റ ഡോട്ട് പ്രോഡക്റ്റ് നെയിം, ഡിസ്ക്രിപ്ഷൻ, ഡേറ്റ ഡോട്ട് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ബ്രാൻഡ്, കാറ്റഗറി, പ്രോഡക്റ്റ് ഡോട്ട് കാറ്റഗറി, റെഗുലർ പ്രൈസ്, ഡേറ്റ ഡോട്ട് റെഗുലർ പ്രൈസ്, sale price, data dot sale price, quantity, data dot quantity, size, data dot size, color, data dot color, then ഈ ഒബ്ജക്റ്റിലോട്ട് നമ്മുടെ ഇമേജസ് അപ്പൻഡ് ചെയ്യണം, ആഡ് ചെയ്യണം. if request dot files dot length greater than 0, update fields dot push operator യൂസ് ചെയ്തിട്ട് ഇമേജസ് ആഡ് ചെയ്യും. each ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് എല്ലാ ഇമേജസും നമ്മൾ അപ്ഡേറ്റ് ഫീൽഡ് ഒബ്ജക്റ്റിലോട്ട് ആഡ് ചെയ്യണം. ദെൻ നമുക്ക് ഡാറ്റാബേസിലോട്ട് ആഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് അപ്ഡേറ്റ്. ന്യൂ ഡ്രോയിഡ് സെറ്റ് ചെയ്യാം. ദെൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് പ്രോഡക്ട്സിലോട്ട് റീഡയറക്റ്റ് ചെയ്യാം.
നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എഡിറ്റ് പ്രോഡക്റ്റ്, നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഇമേജ് ഡിലീറ്റ് ചെയ്യാനുള്ള റൂട്ട് നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യാം. ഡിലീറ്റ് ഇമേജ്, വിനോദ് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് കൺട്രോളർ ഡോട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം കോൺസ്റ്റ് ഡിലീറ്റ് സിംഗിൾ ഇമേജ്. ട്രൈ ക്യാച്ചിനകത്ത് ആദ്യം നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഇമേജും പ്രോഡക്റ്റ് ഐ ഡിയും ആക്സസ് ചെയ്യാം. ഇമേജ് നെയിം ടു സെർവറും പ്രോഡക്റ്റ് ഐ ഡി ടു സെർവറും ബോഡിയിൽ നിന്ന് ആക്സസ് ചെയ്യാം. നമുക്ക് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്തിട്ട് അതിലിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്ത ഇമേജസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് പ്രോഡക്റ്റ് ഡോട്ട് ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് അപ്ഡേറ്റ്. സോ അതിന് വേണ്ടി പ്രോഡക്റ്റ് ഐ ഡി ടു സെർവറും നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് പുള്ള് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോഡക്റ്റിൽ നിന്ന് പ്രോഡക്റ്റ് ഇമേജ് നമുക്ക് റിമൂവ് ചെയ്യാം. പ്രോഡക്റ്റ് ഇമേജിൽ ഇമേജ് നെയിം എന്ന് കൊടുക്കാം. അതിനുശേഷം ഇമേജ് പാത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. കോൺസ്റ്റ് ഇമേജ് പാത്ത് ഡോട്ട് ജോയിൻ പബ്ലിക് അപ്ലോഡ്സ് ഇമേജ് name to server. So fs dot exist sync image path നമ്മൾ പാസ് ചെയ്തിട്ട് അത് നമുക്ക് അൺലിങ്ക് ചെയ്യണം. സെർവറിൽ നിന്ന് അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിലുള്ള ആ ഇമേജ് ഡിലീറ്റ് ചെയ്ത ഇമേജ് സെർവറിൽ നിന്ന് റിമൂവ് ആവും. fs ഡോട്ട് അൺലിങ്ക് സിങ്ക് ദെൻ ഇമേജ് പാത്ത് പാസ് ചെയ്യാം. നമുക്ക് അതിന് ശേഷം ഒന്ന് കൺസോൾ ചെയ്യാം അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ടെംപ്ലേറ്റ് ലിറ്ററൽ യൂസ് ചെയ്തിട്ട് മെസ്സേജ് കൺസോൾ ചെയ്യാം. ഇമേജ്
അപ്പോൾ അതിനുശേഷം ആ ഇമേജിൻ്റെ പേര് വരാൻ വേണ്ടിയിട്ട് ഇമേജ് നെയിം ടു സെർവർ എന്ന് കൊടുക്കാം. അതിനുശേഷം ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ടൈപ്പ് ചെയ്യാം. സോ ഡിലീറ്റ് ചെയ്യാനുള്ള പാത്ത് ഇല്ലെങ്കിൽ എൽസ് കേസിൽ കൺസോൾ ചെയ്യാം ഇമേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട്. Not found. Response dot send status true ആയിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യാം. ഡിലീറ്റ് സിംഗിൾ ഇമേജ്. നമുക്കിനി പ്രോഡക്റ്റ് എഡിറ്റ് ചെയ്ത് നോക്കാം. സോ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള പേജ് വന്നു. നമുക്കിനി ഒരു ഇമേജ് ഡിലീറ്റ് ചെയ്യാം. യെസ്, ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രോഡക്റ്റിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് പെർഫ്യൂം ന്യൂ എന്നാക്കാം. ക്വാണ്ടിറ്റി ചേഞ്ചസ് വരുത്താം. ദെൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നെയിമും ക്വാണ്ടിറ്റി എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡ് കൂടി പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എപ്പിസോഡ് യൂസർ മാനേജ്മെൻറ്റിലോട്ട് പോകാം.